എല്ലാവർക്കും സിദ്ധസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇഫ്താർ സ്പെഷ്യലായിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. ഇത് ബ്രെഡ് പോളയാണ്. ബ്രെഡും മുട്ടയും വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഇന്ന് നമ്മൾ ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു ഡെസേർട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വൈറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇത് 4 പീസ് വൈറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ബ്രെഡിൻ്റെ സൈഡിലുള്ള ഈ അരികുവശമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഒരു കത്രിക വെച്ച് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ 4 ബ്രെഡിൻ്റെയും അരികുവശം ഇതുപോലെ ഒരു സിസേഴ്സ് വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഈ ഒരു രീതിയിൽ 4 ബ്രെഡൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനത്തെ 4 ബ്രെഡിൻ്റെയും സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത ഭാഗം കളയേണ്ട ആവശ്യമില്ല. ഇത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിനെ ഒന്നും കൂടി ഒന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. കാരണം നമ്മളത് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനാണ് കട്ട് ചെയ്ത് ഒന്നും കൂടി ചെറുതാക്കി മാറ്റുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ മിക്സിയിൽ അരഞ്ഞു കിട്ടുന്നതാണ്. ഇതുപോലെ എല്ലാ പീസും ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അങ്ങനത്തെ ബ്രെഡുകൾ കംപ്ലീറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 മുട്ടയാണ്. 4 ബ്രെഡിന് 2 മുട്ട. ഞാനൊരു 1/4 കപ്പ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് മധുരത്തിന് വേണ്ടി ചേർക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. നിങ്ങളുടെ കയ്യിൽ പഞ്ചസാര ഉണ്ടെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി. അതിനകത്ത് 2 മുട്ടയുടെ വെള്ളയും അതുപോലെ തന്നെ യോക്ക് ഞാൻ വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ വലിയ ജാറിലാണ് ഇത് അടിച്ചെടുക്കുന്നത്. അതിനകത്ത് മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് പീസസ് ഒക്കെ ചേർക്കാം. ഇങ്ങനെ കട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് തന്നെ അരഞ്ഞു കിട്ടും. റംദാൻ സമയത്തും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് പാലാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 2 മുട്ടയുടെ വെള്ള. പിന്നെ നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ കണ്ടൻസ്ഡ് മിൽക്കോ അതല്ലെങ്കിൽ പഞ്ചസാരയോ ചേർക്കാം. ഞാനിവിടെ ഇപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും കൂടി ചേർത്തിട്ട് അടിക്കുകയാണെങ്കിൽ നല്ല തിക്കായിട്ടും അതുപോലെ തന്നെ ക്രീമി ആയിട്ടും കിട്ടുന്നതാണ്. ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടി ചേർക്കുന്നത് വാനില എസൻസ് ആണ്. ഞാനിവിടെ ഇപ്പോൾ 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ചേർക്കുന്നത്. അതിനുശേഷം ഈ ബ്രെഡും പാലുമായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം വേണം ഒന്ന് അടിച്ചെടുക്കാൻ. അങ്ങനെന്താ ബ്രെഡും പാലും ഒക്കെ അടിച്ച മിക്സ് ഈ ഒരു രീതിയിലായി കിട്ടിയിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. മുട്ടയുടെ 2 യോക്ക് ഞാൻ നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. ആ മുട്ടയുടെ സ്മെല്ലൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ 2 ഡ്രോപ്പ് വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരമായിട്ട് ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ ഏലക്കപ്പൊടി ചേർത്താലും മതി. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു പുഡിംഗ് ട്രേയിലാണ് ബ്രെഡ് പോള തയ്യാറാക്കി എടുക്കുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഏതാണോ പാത്രം ഇരിക്കുന്നത് വെച്ചാൽ അതിലേക്ക് ചേർത്താൽ മതി. ആദ്യം നമുക്കിതിൻ്റെ അടിയിലൊന്ന് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അങ്ങനത്തെ ബേക്കിംഗ് ട്രേയിലെല്ലാം ഞാൻ ബട്ടർ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിയിലായിട്ട് ഒരു ബട്ടർ പേപ്പറും കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇളകി കിട്ടുന്നതാണ്. ഇതിൻ്റെ മുകളിലും അല്പം ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. അതിനകത്ത് ബേക്കിംഗ് പേപ്പറിലും ഞാൻ ബട്ടർ അല്പം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡും പാലും കൂടി അടിച്ചു വെച്ചിട്ടുള്ള ഈ കൂട്ടാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ബേക്കിംഗ് ട്രേയുടെ ഒരു 1/4 പാത്രത്തോളമാണ് ഇത് വന്നിരിക്കുന്നത്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് എയർ ബബിൾസൊക്കെ ഒന്ന് പോയ ശേഷം വേണം സ്റ്റീമറിലേക്ക് ഇറക്കി വയ്ക്കാൻ. അങ്ങനത്തെ സ്റ്റീമറിൻ്റെ തട്ടിലേക്ക് നമുക്കൊന്ന് ഇറക്കി വയ്ക്കാം. ഇനി നമുക്കിത് സ്റ്റീമറിലേക്ക് ഇറക്കി വയ്ക്കാം. അങ്ങനത്തെ സ്റ്റീമറിൽ ഞാൻ 1/2 കപ്പ് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടിട്ട് ഇനി നമുക്ക് സ്റ്റീമറിൻ്റെ തട്ട് ഇതിലേക്ക് ഇറക്കി വയ്ക്കാം. ഞാനത് സ്റ്റീമറിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 20 തൊട്ടിട്ട് 25 മിനിറ്റ് വരെയാണ് സ്റ്റീം ചെയ്തെടുക്കേണ്ടത്.
ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അതിന് ശേഷമാണ് നമ്മൾ സെക്കൻഡ് ലെയർ ചേർക്കുന്നത്. ഞാനിത് ഒരു 10 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് അടപ്പ് തുറക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള എഗ്ഗിൻ്റെ യോക്കാണ് ചേർക്കുന്നത്. ഞാനത് കംപ്ലീറ്റ് ആയിട്ടും എഗ്ഗ് യോക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു അലുമിനിയം ഫോയിൽ വെച്ചൊന്ന് കവർ ചെയ്തിട്ടാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ബാലൻസ് ടൈം കൂടി സ്റ്റീം ചെയ്തെടുക്കാം. അങ്ങനെ 20 മിനിറ്റ് നേരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. എൻ്റെ ഈ ഫോയിൽ പേപ്പർ ഒന്നും അതിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനത് ഞാൻ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലൂടെ ഒരു ബട്ടർ നൈഫ് വെച്ചിട്ടൊന്ന് വെടിവെച്ചെടുക്കാം. അതിന് ശേഷമാണ് ഡീമോൾഡ് ചെയ്യുന്നത്. അതിനത് സൈഡൊക്കെ ഞാൻ വെടിവെച്ചിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് ഡീമോൾഡ് ചെയ്യാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ചെറിയുടെ ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രെഡ് പോളയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ യെല്ലോ പാർട്ടിൻ്റെ ഭാഗത്തേക്കൊന്ന് തിരിച്ചു വയ്ക്കാം. അങ്ങനെ ഞാൻ ചെറിയൊക്കെ കട്ട് ചെയ്തതെല്ലാം ബ്രെഡ് പോളയുടെ മുകളിലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബ്രെഡ് പോളയിൽ നിന്ന് കട്ട് ചെയ്ത് നോക്കാം. വളരെ സോഫ്റ്റാണ്, വായിലിട്ട് അലിഞ്ഞു പോകുന്ന ആ ഒരു രീതിയിലാണ് ഈ ബ്രെഡ് പോള. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.